ുള്ള ദിവസമാണ്. നമുക്ക് മഴയെന്ന് പറയുമ്പോൾ മഴക്കാല ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കെടുതികളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും സംഘവും തയ്യാറാണ്. മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട് രാവിലെ തന്നെ. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. മഴക്കാലമാണ്. മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ വളരെ കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട്. നമ്മൾ മുന്നൊരുക്കങ്ങൾ ഏതുതരം കെടുതികളെയും നേരിടാൻ നമ്മൾ തയ്യാറാണ്, അല്ലേ മിനിസ്റ്റർ? വലിയ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഇത്തവണ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് മന്ത്രിമാർ എന്ന നിലയിൽ നേരിട്ട് യോഗങ്ങൾ നടത്താനുള്ള ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അതിനു മുമ്പാണ് നടത്തിയിരുന്നത്. ഇത്തവണ വളരെ കൃത്യമായി 3 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ജില്ലകളിൽ DDMA യോഗങ്ങൾ ഉൾപ്പെടെ നടത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തും വകുപ്പുകൾ പങ്കെടുത്തുമുള്ള വിലയിരുത്തലുകൾ നടത്തി വളരെ കൃത്യമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും മഴ, അരുൺ പറഞ്ഞതുപോലെ, സ്വാഭാവികമായിട്ടും ഏത് വിധത്തിലും ദിശ മാറി വരാവുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് നല്ല ഭീതി പൊതുകാര്യങ്ങളിലുണ്ട്. നേരിടാൻ നമ്മൾ തയ്യാറാണെങ്കിലും കാലാവസ്ഥയുടെ നിലവിലുള്ള പ്രവചനങ്ങൾക്കനുസരിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കോഴിക്കോട് നിന്ന് വടക്കോട്ട് നല്ല മഴയുണ്ട്, ഇടുക്കിയും പത്തനംതിട്ടയും നല്ല കഠിനമായിട്ടുള്ള മഴയുണ്ട്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകാൻ ഇന്നലെയും ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരുമായി പൊതുവായിട്ടുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. നമ്മളിപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ നമ്മൾ 27-ാം തീയതി കാലവർഷം വരും എന്ന കാര്യത്തിലാണ് ഏറ്റവും കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നത്. കാലവർഷം വരുന്നത് 27-ന് നിശ്ചയിച്ചു എങ്കിലും നമുക്ക് മൺസൂൺ കാറ്റ് നേരത്തെ നിന്ന് ഭിന്നമായി ഇന്നലെ രാത്രിയോടുകൂടി ശക്തിപ്പെടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കാലവർഷം കുറച്ചുകൂടി നേരത്തെ വന്നേക്കാം. ആ വിധത്തിൽ പ്രവചനങ്ങൾ ഇതുവരെ ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മൺസൂൺ കാറ്റിൻ്റെ വേഗതയും അതിൻ്റെ ഒരു സ്വഭാവവും കണ്ടുകൊണ്ട് ഒരു പക്ഷേ കാലവർഷം കുറച്ചുകൂടി നേരത്തെ വരാം എന്ന് നമ്മൾ കാണുകയാണ്. അത് വളരെ ജാഗ്രതയോടെ നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ യോഗം നേരിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള വിലയിരുത്തൽ കൂടി നടത്തും. ഇപ്പോൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് ക്യാമ്പുകൾ വരെയുള്ള എല്ലാ നടപടികളും ആവശ്യമായ വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ക്യാമ്പുകളിലും എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും, റവന്യൂ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാരായിരിക്കും അതിൻ്റെ ചുമതലക്കാർ, അവിടെ നടത്തേണ്ട പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. സാധാരണത്തിൽ നിന്ന് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി താഴത്ത് പഞ്ചായത്ത് നിലവാരത്തിൽ തന്നെയുള്ള, അഥവാ തദ്ദേശ സ്വയംഭരണ തലത്തിൽ തന്നെയുള്ള ഒരു ഡിസാസ്റ്റർ പ്ലാൻ നല്ലതുപോലെ ആലോചിച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ മേടിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രാഥമികമായിട്ട് പണം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേക മുന്നറിയിപ്പുകൾ എന്തെങ്കിലും നൽകുന്നുണ്ടോ? ഇപ്പോൾ മറ്റ് മഴ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ക്യാമ്പുകൾ സജ്ജമാണെന്ന് പറഞ്ഞു. ചിലയിടങ്ങളിലൊക്കെ ഞങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചപ്പോൾ ഈ പ്രത്യേകിച്ച് പുഞ്ചിരിമട്ടത്തടക്കം ചില പ്രദേശങ്ങളിലെ ചില റിസോർട്ടുകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അനുമതിയില്ലാത്ത ചില മേഖലകളിലും ചിലത് പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നമുക്ക് അവരോടൊക്കെ തൽക്കാലം ആ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാമല്ലേ? ഉരുൾപൊട്ടലിൻ്റെ സാധ്യത നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ പ്രവചിക്കാൻ പെട്ടെന്ന് പറ്റുന്നതല്ലെങ്കിലും ഉരുൾപൊട്ടലിന് ഇടവരുത്തുന്ന വിധത്തിലുള്ള കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിലെല്ലാം ആ വിധത്തിൽ തന്നെയുള്ള ജാഗ്രത നിറവേറ്റാൻ വേണ്ടി നേരത്തെയുള്ള അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അരുൺ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും DDMAയുടെ നിർദ്ദേശമില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന, നേരത്തെ അനുവാദം ലഭിക്കാതെയോ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്തോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു കാഴ്ച, മഴ പെയ്തപ്പോൾ പിണറായിയിൽ 224 മില്ലിമീറ്റർ മഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ 4 ദിവസം മുമ്പ് പെയ്ത മഴ അവിടെയായിരുന്നു. ഒരേ പ്രദേശത്ത് ഒരുമിച്ച് ഒരു മാസം കിട്ടേണ്ട വെള്ളം ഒരേ ഘട്ടത്തിൽ ഒരുമിച്ച് 24 മണിക്കൂറിനുള്ളിൽ പെയ്യുക എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ചിലയിടങ്ങളിൽ കാണാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അധികമായി മഴ പെയ്യുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള ദുരന്തങ്ങൾക്ക് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ വളരെ അലർട്ടായി താഴെ തലം വരെ
നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാ മണിക്കൂറുകളിലും നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പ് അരമണിക്കൂർ ഇടപെട്ട് ഈ മുന്നറിയിപ്പുകൾ എല്ലാവർക്കും നൽകുന്നുണ്ട്. ജില്ലാ കളക്ടർമാരോടും അവരവരുടെ പേജുകളിൽ അതേസമയം അത് പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദയവായി 2018-ലെയും 2019-ലെയും ഒക്കെ ചിത്രങ്ങൾ കേവലം ഷെയറും ലൈക്കും ഒക്കെ കരുതി പ്രചരിപ്പിക്കാൻ ഒരാൾ നിൽക്കരുത്. ഈ ഘട്ടത്തിൽ അത് കേരളത്തിന് ഗുണകരമാകില്ല. അത്തരത്തിൽ എന്തുണ്ടായാലും കർശനമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകാൻ ജില്ലാ കളക്ടർമാർക്ക് പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഇത്തവണ നമ്മുടെ മുമ്പിലുണ്ട് എന്നുകൂടി അനാവശ്യ ആശങ്കകൾ സൃഷ്ടിച്ച് ആളുകളെ ഭയചകിതരാക്കി ഓടിപ്പിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ജില്ലാ ഭരണകൂടം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളായിരിക്കണം എപ്പോഴും ഔപചാരികമായി കേൾക്കേണ്ടത്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. അപ്പോൾ ഒരു സുന്ദരമായ മഴക്കാലം, സുരക്ഷിതമായ മഴക്കാലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്.